വർഷം 2030. ഒരു ഞായറാഴ്ച നിങ്ങൾക്ക് ഓഫീസിൽ ഓവർ ടൈം പോകേണ്ടി വരുന്നു. നിങ്ങൾ ഓഫീസിൽ ഒറ്റയ്ക്ക് ഇരുന്നു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച ആദ്യത്തെ അവസരമാണിത്. ഇത് ശരിക്കും എന്റെ ജീവിതമാണോ, അതോ ഞാൻ ആർക്കെങ്കിലും വേണ്ടി പാഴാക്കുകയാണോ? കഴിഞ്ഞ 5 വർഷമായി ഞാൻ ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുന്നു. ഓഫീസിൽ പോകുന്നു, തിരിച്ചു ക്ഷീണിച്ച് റൂമിൽ വരുന്നു. എന്നോട് ശരിയായ മാർഗം എന്ന് കാണിച്ചു തന്നത് പോലെ തന്നെ ഞാൻ ചെയ്തു. എവിടെയാണ് തെറ്റിയത് എന്ന് അറിയില്ല. സ്കൂളിൽ പോയി, കോളേജിൽ നന്നായി പഠിച്ചു, മാർക്ക് വാങ്ങി, ഒരു ജോലി കണ്ടെത്തി, ശേഷം എഡ്യൂക്കേഷൻ ലോൺ അടക്കുന്നു. കടം വീട്ടാൻ ബാക്കിയുള്ള ജീവിതം മാറ്റിവെക്കുക, എല്ലാ ദിവസവും ഓഫീസിൽ പോവുക, ഞായറാഴ്ച കിട്ടിയാൽ റെസ്റ്റ് എടുക്കുക. ഇത് തന്നെ റിപ്പീറ്റ്. കംഫർട്ട് സോണിൽ തുടരുന്നതാണ് എല്ലാവരുടെയും പ്രശ്നം. ഈ ജീവിതത്തിൽ ഒരു അവസരമേ ഉള്ളൂ. അത് മറ്റൊരാൾ പറയുന്നത് കേട്ട് കളയാൻ ഉള്ളതല്ല. ചിലർക്ക് 9 to 5 ഇഷ്ടമാണ്. എനിക്ക് പറയാൻ ഉള്ളത് ബാക്കിയുള്ളവരോട് ആണ്. 2 ഓപ്ഷൻ ആണ് ഉള്ളത്. ഒന്ന് കംഫർട്ട് സോണിൽ തുടരുക, അല്ലെങ്കിൽ അതിനു പുറത്തു കടക്കും. കംഫർട്ട് സോണിന്റെ പുറത്തു കടക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എത്രത്തോളം കടക്കാൻ ശ്രമിക്കുമോ അത്രത്തോളം നമ്മെ അത് പുറകിലോട്ട് വലിച്ചുകൊണ്ട് ഇരിക്കും. എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് നല്ല ഐഡിയ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ മടിയാണ് പ്രശ്നം. ജീവിതത്തിൽ മുന്നേറണം എന്നുണ്ടെങ്കിൽ ഐഡിയ മാത്രം പോരാ, റിസ്ക് എടുക്കാൻ ഉള്ള മെന്റാലിറ്റി കൂടെ വേണം. ആരെയാണ് നിങ്ങൾ പേടി? തോൽവി. തോൽക്കും എന്ന ഭയം ആണ് നിങ്ങളെ അവിടെ തന്നെ തുടരാൻ പ്രേരിപ്പിക്കുന്നത്. ഒന്ന് ചിന്തിച്ചാൽ, തോറ്റാലും നിങ്ങൾ എത്തുന്നത് ഇവിടെ തന്നെ ആവും. ഒരു ജോലിക്കാരൻ ആയി തുടരും. അതൊരു മോശം കാര്യമല്ല. റിസ്ക് എടുക്കാതിരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ റിസ്ക്. കാരണം നിങ്ങൾ എവിടെയും എത്തുന്നില്ല. എന്തായാലും നിങ്ങൾ 1-2 തവണ തോൽക്കും, അതിൽ സംശയം ഒന്നും ഇല്ല. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ അവസാനം വിജയിച്ചിരിക്കും.